ഇങ്ങനെ ഇരുന്ന ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല മാമാ. രാത്രിയാകുമ്പോ കൊണ്ട് കളയാം. എങ്ങനെ കൊണ്ടുപോകും? എങ്ങനെ കൊണ്ടുപോകും? ഒരു കാര്യം ചെയ്, ചുമന്നു കൊണ്ടുപോകും. അല്ല മാമ, ഇത് അടുത്ത് തന്നെയാണോ പുഴ? വലിയ ദൂരമൊന്നും ഇല്ല. ആണോ? എന്നാ പിന്നെ ഞാൻ ചുമന്നോളാം. ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ ഉണ്ട്. 4 കിലോമീറ്ററോ? ഓ, എന്നെ കൊണ്ട് പറ്റത്തില്ല. യവനൊരു 10-250 കിലോ വെയിറ്റ് ഉണ്ട്. അല്ലേ മാമ, നമ്മൾ രാത്രി ഈ ചാക്കും ചുമന്നുകൊണ്ട് പോകുമ്പം നാട്ടുകാരെ ഇതെന്താന്ന് ചോദിച്ചാൽ എന്തോ പറയും? വാഴക്കൊല എന്ന് പറഞ്ഞാൽ അല്ല, രാത്രി വാഴക്കൊലയും വെട്ടി എങ്ങോട്ട് പോന്ന് ചോദിച്ചാലോ? പുളിയെ തിന്നാന്ന് പറ. ഒഴുങ്ങി തിന്ന വാഴക്കൊല വാങ്ങണ കാര്യം, വാഴക്കൊലയല്ല വാഴക്കന്ന് വാങ്ങിക്കണ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ അതിനെ പുഴുങ്ങി തിന്നണത് വരെ എത്തിച്ചാ കൊള്ളാം. പെങ്ങളെ, ചാക്ക് എന്തുവാ ചേട്ടൻ പറയണേ? പുറത്തെ ബെഞ്ചിലേ ഒരു ഫോൺ ഇരിക്കുന്നുണ്ട്. ഫോണോ? ഇതാരെ ഫോണ്? എവിടാ? നമ്മുടെ ആ ബെഞ്ചല്ലാന്നോ? ആ ബെഞ്ചേല്. ഏതെങ്കിലും വഴിപോക്കന്റെ ആയിരിക്കും. അതെങ്ങനെ? അയ്യോ, ഇതില് പിങ്കി വിളിക്കുന്നത്. പിങ്കിയോ? അതാരെ ഫോണപ്പോ? പിങ്കി വിളിക്കരുത്. ഹലോ, കണ്ണാപ്പിയുടെ ഫോണാ? അവന്റെ ഫോണാ? അവൻ വന്നില്ലല്ലോ. ശരി ശരി. അവളെന്താ പറഞ്ഞേ? കണ്ണാപ്പി വിളിച്ചിട്ടുണ്ടായിരുന്നു. അവളെയാ? ഇവിടെ എത്തിന്ന്. അപ്പൊ ഇവിടെ എത്തിയിട്ട് നമ്മൾ അറിഞ്ഞില്ലല്ലോ. ഇവിടെ വന്നിട്ട് നമ്മളെ കണ്ടില്ലല്ലോ. പക്ഷെ അവന്റെ ഫോൺ ഇവിടെ ഇരിക്കുകയല്ലേ. എനിക്ക് തോന്നുന്നേ ഇവിടെ വെച്ചിട്ട് അവൻ പുറത്തോട്ടെല്ലാം പോയി കാണാൻ വരും. ആയിരിക്കും. അങ്ങനെ കൊല. എന്തുവാ നിങ്ങൾ കുറെ നേരമായിട്ട് പറഞ്ഞോണ്ടിരിക്കുന്നത്? മണിക്കൂർ ചേട്ടാ, റിലേ വല്ലതും പോയോ? മണിക്കൂർ ചേട്ടാ, ഇങ്ങോട്ട് നോക്കിയേ. എന്താ പറ്റിയേ? എന്തോ പറ്റിയിട്ടുണ്ട്. എന്താ പ്രശ്നം പറ. എനിക്കെന്തോ പറ്റാനാ? എന്തോന്ന്? ഒരു ബന്ധമില്ല. എന്തൊക്കെയോ എനിക്കൊന്നും പറ്റിയില്ല, ചാക്ക് കൊല എന്നൊക്കെ പറഞ്ഞോണ്ടേയിരിക്കും. ഓ, കൃഷിയുടെ ആയിരിക്കും അല്ലേ? ഓ, ഇനിയിപ്പം മറ്റേ ഭാര്യയെ കാണാത്തന്റെ വിഷം വല്ലതാണെങ്കിലോ? എന്തേ, ശ്രീക്കുവിനെ കാണാത്തിന്റെ വിഷമാണോ? ഈ കൊല വിടടേ. അതെന്തെങ്കിലും പറഞ്ഞോണ്ടിരിക്കും. നീ അടുക്കളയിലോട്ട് വാ, കുറെ പണിയുണ്ട്. ഓ, ശ്രീക്കുനെ കാണാത്തോണ്ട് വിഷമം. റിലേ ഔട്ടായി കിടക്കണം. ഇവിടെ ഒരു പെങ്ങളുണ്ടെന്ന് വല്ല ചിന്തയുണ്ടോ? ചാക്ക്. നീ പോ മക്കളെ. അവ ഇരുന്ന് വട്ടത്തനങ്ങൾ വിളിച്ചു പറയും. എന്താടാ? നിന്നോട് വരാനല്ലേ ഞാൻ പറഞ്ഞത്? കുറെ പണിയുള്ളതല്ലേ വിളിച്ചത്. ഓ, വരാമ്മ വരാ. വർത്താനം പറഞ്ഞോണ്ടേയിരിക്കുന്നു. ഫോണ്, ആ ഫോൺ അവിടെ ഇരിക്കട്ടെ. അവൻ വേണമെങ്കിൽ വന്ന് എടുത്തിട്ട് ഒരു കാര്യം ചെയ്യ്. നീ ഈ വേസ്റ്റ് ഒന്ന് കളഞ്ഞേ. വേസ്റ്റ് വെള്ളം കൊണ്ട് കളയണം. അങ്ങോട്ട് വരണം കേട്ടാ. കളഞ്ഞിട്ട് വേറെ പണിയുണ്ട്. എവിടെ കൊണ്ട് ബാക്കിൽ എവിടെയെങ്കിലും കൊണ്ട് കളാം. മജിസ്ട്രേറ്റ് കോടതി. എന്ത് ബുദ്ധിയാണോ? കറക്റ്റ് പണിയെടുക്കാൻ സമയത്ത് മുങ്ങിക്കോളും. ഇനി ഞാനും എവിടെയെങ്കിലും ഇറങ്ങിപ്പോകും. എല്ലാ പണിയും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണം. ഇത് കഷ്ടമാണോ നോക്ക്. ചാക്കനങ്ങള്. അയ്യോ അമ്മേ, 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 അയ്യോ ഓടി വാ. അയ്യോ, എന്തോ നിന്റെ അമ്മ, പെട്ടെന്നാവും. അമ്മ, അയ്യോ മാമ ഇങ്ങോട്ട് വാ. ആ ചാക്കനങ്ങള് എന്തുവാടി? ചേട്ടാ, നോക്കട്ടെ നോക്കട്ടെ. എന്തുവാടി അത്? എന്തോ എനിക്ക് അറിഞ്ഞൂടാ. ചേട്ടാ സൂക്ഷിച്ച്. അയ്യോ, ഇങ്ങനെ തല്ലല്ലേ മാമ, ഇങ്ങനെ തല്ലല്ലേ. എഴുന്നേക്ക്. തല്ലത്തില്ല തല്ലത്തില്ല. ഇല്ല ഇല്ലടാ, നീ സത്യം പറഞ്ഞ എന്നെ രക്ഷിച്ചതാ. ഞാൻ കരുതി സെൻട്രയിൽ പോവന്ന്. ഊര് കാല് മാറ്റ. മോന് ക്ഷീണം ഉണ്ടോ കണ്ണാപ്പി? അയ്യോ പാവം. എന്തു പറ്റിയതാണ്? അതൊക്കെ ഞാൻ പറയാം. എന്തൊന്ന് പറ. അതായത് ഇതിനായിരുന്നല്ലേ ചാക്കം ചോദിച്ചോണ്ട് നടന്ന മാമൻ. ഒന്നും പറ്റിയില്ലല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്ക് വെള്ളം വേണോ? ക്ഷീണമുണ്ടോ? വെള്ളം ഒന്നും വേണ്ട. അവന് ഒരു ഗ്ലാസ് ജ്യൂസും ഒരു ഗ്ലാസ് കഷായവും കിട്ടട്ടെ. ജ്യൂസും കഷായത്തിലും വിഷം ചേർത്ത് മാമൻ എന്നെ കൊല്ലാനാണ്. അയ്യോ
കഷായം കുടിച്ചിട്ട് പോ